Hello students, ഇന്ന് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ടർ ഈസ് സെഡ് ടു ബി കണ്ടാമിനേറ്റഡ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻ പാത്തോജൻസ് ആണ് ശരിയായ ഉത്തരം. പാത്തോജൻസ് ഉണ്ടെങ്കിൽ വാട്ടർ കണ്ടാമിനേറ്റഡ് ആണ് എന്ന് പറയും. ഇനി എ വാട്ടർ ഹാവിങ് pH ഈക്വൽ ടു 7, pH 7 ആയാലും എന്താണത്? ന്യൂട്രലാണ് അല്ലേ? pH വാല്യൂ വാട്ടർ ഹാവിങ് pH മോർ ദാൻ 7 ആണെങ്കിൽ അതിന് ആൽക്കലിയും, അതിൽ 7 കുറവാണ് pH എങ്കിൽ അതിനെ ആസിഡ് എന്നും പറയും. ഓക്കെ, ഇനി വാല്യൂ, ഈ pH വാല്യൂ കൂടിയാൽ, pH എന്നുള്ളത് pH സ്കെയിലാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇവിടെ സെൻറ്ററിൽ 7 ഉണ്ടാവും. 7 കൂടുതൽ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നതിനനുസരിച്ച് ആൽക്കലിസിറ്റി കൂടി വരും, കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആസിഡിറ്റിയും കൂടി വരും. ഇവിടെ ന്യൂട്രൽ 7, നോർമൽ വെള്ളത്തിൻ്റെ pH 7 ആയിരിക്കണം. ഓക്കെ, സ്ട്രോങ്ങർ ആൽക്കലിയാണ്. അതേപോലെ തന്നെ ദ ബാക്ടീരിയ വിച്ച് സർവൈവ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആർ കോൾഡ് അനൈറോബിക്. ഓക്സിജൻ ഇല്ലെങ്കിലും സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയനെ പറയുന്ന പേരെന്താണ്? അനൈറോബിക്. എയറോബിക് എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസം പോലെ എയറിൻ്റെ ഒരു സർക്കുലേഷൻ ഇല്ലെങ്കിൽ പോലും സർവൈവ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബാക്ടീരിയ വിച്ച് സർവൈവ് ഇൻ ദ പ്രസൻസ് ആസ് വെൽ ആസ് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സർവൈവ് ചെയ്യുന്ന ആ ബാക്ടീരിയക്ക് പറയുന്ന പേരെന്താണ്? ഫാക്കുലേറ്റീവ്. അനൈറോബിക്. അതേപോലെ ഇവിടെ ഇല്ലെങ്കിൽ, ഓക്സിജൻ ഇല്ലാത്ത കേസിൽ അനൈറോബിക്കും, ഉള്ള കേസിലും ഇല്ലാത്ത കേസിലും സർവൈവ് ചെയ്യുന്നത് ഫാക്കുലേറ്റീവാണ്. ഓക്കെ, ഇനി ദ സ്യൂട്ടബിൾ ലേഔട്ട് ഫോർ വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫോർ ആൻ ഇറഗുലർലി ഗ്രോൺ സിറ്റി. ഇറഗുലർലി ഗ്രോൺ സിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാട്ടർ സർക്കുലേഷൻ സിസ്റ്റം ഏതാണ്? ഡെഡ് എൻഡ് സിസ്റ്റം ഓർ ട്രീ സിസ്റ്റം. ട്രീ സിസ്റ്റം എന്ന് പറയാറുണ്ട്, ഡെഡ് എൻഡ് സിസ്റ്റം എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി സ്യൂട്ടബിൾ ലേഔട്ട് ഫോർ വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫോർ എ സിറ്റി ഓഫ് റോഡ്സ് ഓഫ് റെക്റ്റാങ്കുലർ പാറ്റേൺ. അത് പ്ലാൻഡ് സിസ്റ്റമുള്ള ഒരു സിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ സെക്ഷനുള്ള റോഡ്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏതാണ് നല്ലത്? ഗ്രിഡ് അയൺ സിസ്റ്റം. ഗ്രിഡ് അയൺ സിസ്റ്റത്തിനകത്ത് ഈക്വൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് പൈപ്പ്. ജനറലി പൈപ്പ് ബേസ്റ്റ് ഡ്യൂ ടു. പൈപ്പ് എന്ത് ചെയ്യും? ഇങ്ങനെ നാശമായി പോകുന്ന കാരണങ്ങളിൽ പെട്ട എന്താണ്? ഒന്ന് വാട്ടർ ഹാമറാണ് സാധാരണയായിട്ട് പൈപ്പ് നാശമായി പോകുന്ന, പൊട്ടിപ്പോകുന്നതിൻ്റെയൊക്കെ കാരണം. ഇറ്റ് ഈസ് ഈസി ടു മെയിൻറ്റെയിൻ റോട്ടറി പമ്പ്സ്. വൈ? എന്തുകൊണ്ടാണ് റോട്ടറി പമ്പ് മെയിൻറ്റെയിൻ ചെയ്യൽ എളുപ്പമാണ് എന്ന് പറഞ്ഞത്? ഇറ്റ് ഹാസ് നോ വാൾവ്. റോട്ടറി പമ്പ് ഞാൻ പമ്പിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കേസിനകത്ത് അതിനെന്തോ വരുന്നുണ്ട്? വാൾവുകൾ വരുന്നുണ്ട്. ഓക്കെ, വെൻ പിസ്റ്റൺ ഈസ് ലോവേർഡ് ഇൻ ഹാൻഡ് പമ്പ്. പിസ്റ്റൺ ലോവർ ചെയ്യുന്ന സമയത്ത് ഹാൻഡ് പമ്പിൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ചെക്ക് വാൾവ് ക്ലോസസ്. ചെക്ക് വാൾവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സിംഗിൾ ഡയറക്ഷനിൽ മാത്രം ഫ്ലോ അലോ ചെയ്യാനാണ് ചെക്ക് വാൾവ് യൂസ് ചെയ്യുന്നത്. ഇനി വൈ ഫൂട്ട് വാൾവ്സ് ആർ പ്രൊവൈഡഡ് ഇൻ സക്ഷൻ പൈപ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെയൊക്കെ സക്ഷൻ പൈപ്പിൽ എന്തിനാണ് ഫൂട്ട് വാൾവ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹോൾഡിംഗ് വാട്ടർ ഇൻ സക്ഷൻ പൈപ്പ്. സക്ഷൻ പൈപ്പിനകത്ത് വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം വെള്ളം ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരെന്തായിരുന്നു? പ്രൈമിംഗ് ആണ്. ഇനി ഫൂട്ട് വാൾവ് ഈസ് ഫിറ്റഡ് അറ്റ് ദി ഡാഷ് ഓഫ് ദി സക്ഷൻ സൈഡ് ഓഫ് ദി പമ്പ്. ലോവർ എൻഡിലാണ് ഫൂട്ട് വാൾവ് ഫിറ്റ് ചെയ്യുക. ഇനി ഹൗ സ്ട്രീറ്റ് മെയിൻസ് ആൻഡ് സർവീസ് പൈപ്പ്സ് ആർ കണക്റ്റഡ്. സ്ട്രീറ്റ് മെയിനും സർവീസ് പൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവത്തിന് പറയുന്ന പേരെന്താണ്? ഫെറൂൾ എന്ന പേര് നമ്മൾ പഠിച്ചിരുന്നു. ത്രൂ ഫെറൂൾ ആണ് നമ്മൾ സ്ട്രീറ്റ് മെയിൻസിൽ നിന്ന് സർവീസ് കണക്ഷന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തത് ഗ്രൗണ്ട് വാട്ടർ ഈസ് യൂഷ്വലി ഫ്രീ ഫ്രം. ഗ്രൗണ്ട് വാട്ടർ എന്തിൽ നിന്നാണ് സാധാരണയായിട്ട് ഫ്രീ ഫ്രം? സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഉറവ ജലം, അതിനാണ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിവൈസ് വിച്ച് ആർ ഇൻസ്റ്റാൾഡ് ഫ്രം ഡ്രോയിങ് വാട്ടർ ഫ്രം ഡിഫറെൻറ്റ് വാട്ടർ സോഴ്സസ് ആർ കോൾഡ്. ഒരുപാട് വെള്ളം നിന്ന്, ഒരുപാട് സോഴ്സിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന ആ ടൈപ്പ് എന്താണ് പേര് പറയുന്നത്? ആ ഡിവൈസിന് പറയുന്ന പേരെന്താണ്? ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് എടുക്കുക അല്ലേ. ഇനി ടൈം ഓഫ് ദ 2 വാട്ടർ സപ്ലൈ സിസ്റ്റം. ഏതൊക്കെ 2 വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ പേര്? ഒന്ന് കണ്ടിന്യൂസും ഇൻ്റർമിറ്റൻ്റ് സപ്ലൈയും. കണ്ടിന്യൂസ് സപ്ലൈയും ഇൻ്റർമിറ്റൻ്റ് സപ്ലൈയും ഇത് നമ്മൾ വാട്ടർ സപ്ലൈ സിസ്റ്റം
ചെയ്യുന്ന വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, വെൻ ദ വാട്ടർ ലെവൽസ് റീച്ചസ് എ പ്രീ ഡിറ്റർമൈൻഡ് ലെവൽ. ഇനി വാട്ടർ ഇതിൻ്റെ ചോദ്യം വരുന്നത് പിന്നെ വാൾവ് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഏതാണ് വാട്ടർ പ്രീ ഡിറ്റർമൈൻഡ് ലെവൽ വരുന്ന ഓട്ടോ ഷട്ട് ഓഫ് അല്ലെങ്കിൽ ഓട്ടോ ക്ലോസ് വരുന്നത് ഏത് സമയത്താണ്? അത് നമ്മുടെ ഫ്ലോട്ട് വാൾവിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് അനദർ നെയിം ഓഫ് വാട്ടർ ടാപ്പ്. വാട്ടർ ടാപ്പിൻ്റെ വേറൊരു പേര് പറയാം, ബിബ്കോക്ക് ആണ് വാട്ടർ ടാപ്പിൻ്റെ വേറൊരു പേര്. ഇനി വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗേറ്റ് വാൾവ്? ഗേറ്റ് വാൾവിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ടു കൺട്രോൾ മാത്രമേ ഉള്ളൂ കേട്ടോ, റെഗുലേറ്റ് എന്നില്ല. ടു റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഗേറ്റ് വാൾവ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, അതിന് ഗ്ലോബ് വാൾവാണ് യൂസ് ചെയ്യുക. ടു കൺട്രോൾ ദ സപ്ലൈ ആണ് ഗേറ്റ് വാൾവ്. ഹൈ ലിഫ്റ്റ് പമ്പ് ആർ ജനറലി റിക്വയർഡ് ടു ഫീഡ് വാട്ടർ ഇൻ ടു ദി. ഏതിനാണ് ലിഫ്റ്റ് പമ്പ്, ഹൈ ലിഫ്റ്റ് പമ്പ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്തേക്ക് വെള്ളം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ ലിഫ്റ്റ് പമ്പ്. അങ്ങനെയാണെങ്കിൽ ലോ ലിഫ്റ്റ് പമ്പോ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലാണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി അഡോപ്റ്റഡ് പമ്പ്സ് ഇൻ വാട്ടർ സപ്ലൈസ് ആർ. വാട്ടർ സപ്ലൈ സിസ്റ്റത്തിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ പമ്പ് ഏതാണ്? സെൻട്രിഫ്യൂഗൽ പമ്പാണ്. ഇനി എഫിഷ്യൻസി ഓഫ് ക്ലോസ്ഡ് ഇമ്പല്ലർ ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഓപ്പൺ ഇമ്പല്ലർ ടൈപ്പ്. ക്ലോസ്ഡ് ടൈപ്പ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഇമ്പല്ലറിൻ്റെ എഫിഷ്യൻസി എപ്പോഴും കൂടുതലായിരിക്കും. അതാണ് നമ്മൾ വീട്ടിലെ മോട്ടറൊക്കെ അങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇമ്പല്ലർ വരുന്നത്. ദ ചാൻസ് ഓഫ് ക്ലോഗിങ് ഓഫ് ദി സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ആർ മോർ ഫോർ ദി ടൈപ്പ്. ഏത് ടൈപ്പിലാണ് ക്ലോഗിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കൂടുതലായിട്ടുള്ളത്? അത് ക്ലോസ്ഡ് ഇമ്പല്ലറിലാണ്. കാരണം ആ ഇമ്പല്ലറിൻ്റെ ഇടയിൽ പിന്നെ ചെളി കുടുങ്ങി നാശാവാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ക്ലോഗിങ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ഇമ്പല്ലർ ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് ഓൾറെഡി ലാർജ്ലി യൂസ്ഡ് ഫോർ പമ്പിങ് വാട്ടർ സപ്ലൈസ് ബിക്കോസ്. ഈ ക്ലോസ്ഡ് ടൈപ്പ് ഇമ്പല്ലർ സെൻട്രിഫ്യൂഗൽ പമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അതിൻ്റെ എഫിഷ്യൻസി കൊണ്ട് തന്നെയാണ്. എഫിഷ്യൻസിയും കോസ്റ്റ് എഫക്റ്റീവ് ആകുമ്പോഴാണ് അതിന് നമ്മളെപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുക. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കേസിൽ അതൊന്നും പോസിബിൾ അല്ല. അടുത്തത് ദ വാട്ടർ മീറ്റർ വിച്ച് ഇൻസ്റ്റാൾ ഓൺ ഇൻഡിവിജ്വൽ ഹൗസ് കണക്ഷൻസ് ഓൺ മുനിസിപ്പൽ സപ്ലൈ. അതേതാണ്? ഏത് ടൈപ്പ് വാട്ടർ മീറ്ററാണ്? ഡൊമസ്റ്റിക് വാട്ടർ മീറ്ററാണ്. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു വെലോസിറ്റി ടൈപ്പ് വാട്ടർ മീറ്റർ കൂടി പറഞ്ഞിരുന്നു. അത് മെയിൻ സപ്ലൈ, ലാർജ് സപ്ലൈ ഓഫ് വാട്ടറിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. ദ വാട്ടർ ടാപ്പ് ഓഫ് യുവർ ഹൗസ് നോൺ ആസ്. വാട്ടർ ടാപ്പിൻ്റെ വേറൊരു പേര് നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്തു, ബിബ്കോക്ക് ആണ് അല്ലേ. ഡ്യുവൽ സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മീൻസ്, ഡ്യുവൽ സിസ്റ്റം, രണ്ട് സിസ്റ്റം വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ സിസ്റ്റം എന്താണ്? അവിടെ ഒന്ന് ഗ്രാവിറ്റി ഉപയോഗിക്കും, പമ്പിങ്ങും ഉപയോഗിക്കും. അങ്ങനെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ആ സിസ്റ്റത്തിനെയാണ് ഡ്യുവൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരുപാട് ഡെഡ് എൻഡുള്ള സിസ്റ്റം ഏതാണ്? ഒരുപാട് ഡെഡ് എൻഡുള്ള സിസ്റ്റം വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതാണ്? ട്രീ സിസ്റ്റം, ഡെഡ് എൻഡ് സിസ്റ്റം എന്നും പേരുണ്ട്. ഈ സിസ്റ്റമാണ് ഫോർ ഇറഗുലർലി ഗ്രോയിങ് സിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റം. ഇനി വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വിച്ച് ഹാസ് നോ ഡെഡ് എൻഡ് ഇല്ലാത്ത സിസ്റ്റം ഏതാണ്? ഗ്രിഡ് അയൺ സിസ്റ്റം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലാൻഡ് സിറ്റീസ് ആൻഡ് റെക്റ്റാങ്കുലർ ഷേപ്പ്ഡ് ഹൗസിംഗ് സിസ്റ്റംസ് ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ടൗൺ ഹാവിങ് വെൽ പ്ലാൻഡ് റോഡ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏതാണ്? റിംഗ് സിസ്റ്റം ഓർ സർക്കുലാർ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. റിംഗ് സിസ്റ്റം ഓർ സർക്കുലാർ സിസ്റ്റം. ദ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വിച്ച് ഗിവ്സ് ക്വിക്ക് സർവീസ്. പെട്ടെന്ന് വെള്ളം കിട്ടുന്ന ആ ടൈപ്പ് സിസ്റ്റം ഏതാണ്? റേഡിയൽ സിസ്റ്റം. ഇനി ഫ്ലോട്ട് വാൾവിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു സ്റ്റോപ്പ് ദ ഇൻലെറ്റ് വെൻ വാട്ടർ റീച്ചസ് എ സ്പെസിഫൈഡ് ലെവൽ. വെള്ളം ഒരു സ്പെസിഫൈഡ് ലെവലിലെത്തുമ്പം വെള്ളം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് വാൾവ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പും ഈ വീഡിയോ തന്നെ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊന്നും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.